ഇപ്പോൾ മിക്ക ആളുകൾക്കും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ടാവും. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ 9.5% അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8% ആ ലെവലിൽ ലോണിന് കിട്ടാനുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയാമോ? രണ്ട് രീതിയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അതാത് ബാങ്കിൻ്റെ അടുത്ത് തന്നെ പറയാം, നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് കുറവാണ്, നിങ്ങൾക്ക് എൻ്റെ പലിശ കുറച്ച് തരാൻ പറ്റുമോ എന്ന് നമുക്ക് ആരായാം. ഇല്ലെങ്കിൽ അവർ പലിശ തരാൻ കുറച്ച് തരാൻ വിമുഖത കാട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ബാങ്ക് മാറുക എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയർ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തൊട്ടടുത്ത, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എളുപ്പവും ആദായകരവും എന്ന് തോന്നുന്ന ഒരു ബാങ്കിനെ സെലക്ട് ചെയ്യുക. ആ ബാങ്കിൽ ചെന്ന് പറയുക എനിക്ക് ഹോം ലോൺ ടേക്ക് ഓവർ ആണുള്ളത്. ഹോം ലോൺ ടേക്ക് ഓവർ വളരെ എളുപ്പമാണ്. എങ്ങനെയാണോ നമ്മൾ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നടത്തുന്നത് അതേപോലെയാണ്. എത്രയാണോ നിങ്ങളുടെ നിൽപ്പ് ഭവന വായ്പയുടെ തുക, അതിൽ ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റിൻ്റെ ശതമാനം ഒഴികെയുള്ള ഭാഗം അതേ കണക്ക് അടുത്ത ബാങ്കിൽ പോയി. എന്നിട്ട് രണ്ടാമത്തെ ബാങ്ക് എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണല്ലോ, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് വായ്പ കിട്ടും. കൂടാതെ ഒരു മെച്ചവും കൂടിയുണ്ട്. ചിലപ്പോൾ ഒരു ടോപ്പ് അപ്പ് ലോണായിട്ട് അഡീഷണൽ 5-10 ലക്ഷം രൂപയും കൂടെ കിട്ടിയേക്കാം. എന്തിനു വേണ്ടി എന്നാൽ ആ വീട് മോടി പിടിപ്പിക്കാനോ പെയിൻറ്റ് ചെയ്യാനോ അറ്റകുറ്റപ്പണി നടത്താനോ ടൈല് മാറ്റാനോ കിച്ചൺ പുതിയ രീതിയിലേക്ക് മാറ്റാനോ ഒക്കെ ഉള്ള വായ്പ അവർ വേണമെങ്കിൽ തന്നേക്കാം. അത് ഭവന വായ്പ വേറൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുന്നത് കൂടാതെ അധികമായി ഒരു ഭവന വായ്പയിൽ ഒരു തുകയും കൂടി അനുവദിക്കാറുണ്ട്. ചിലവർ ക്രെഡിറ്റ് കാർഡ് പോലത്തെ സംവിധാനങ്ങൾ, ഒരു ഓഡി ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് പല ബാങ്കിനും പല രീതിയിലാണ്. ടേക്ക് ഓവർ എന്തുകൊണ്ട് നല്ലതാണ്? കാരണം അവിടെ വിജയിക്കുന്നത് കസ്റ്റമർ, ഇടപാടുകാരൻ തന്നെയാണ്. കാരണം നമുക്ക് ഒന്നുകിൽ നമുക്ക് നല്ല സേവനം കിട്ടും, ഇല്ലെങ്കിൽ കുറഞ്ഞ പലിശ കിട്ടും, അതുമല്ലെങ്കിൽ കൂടുതൽ വായ്പാ തുക നമുക്ക് കിട്ടും.